ഹലോ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ലിപ്സിങ്ക് നോക്കുക വേണ്ട, ഇത് ഫുള്ള് തെറ്റാണ്. എൻ്റെ ചെറുതായിട്ട് പാളിപ്പോയ വ്ളോഗാണ്. ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി വ്ളോഗാണ്. ഞങ്ങൾ കൊച്ചുമായിട്ട് ട്രാവൽ ചെയ്യുന്നതെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് ഓർത്ത്, അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് തുടങ്ങുന്ന ഒരു വ്ളോഗിങ് ചാനൽ. എൻ്റെ പേര് ദേവിക, ഇതെൻ്റെ ഹസ്ബൻഡ് അനുവന്ത് ആൻഡ് ഞങ്ങളുടെ കുഞ്ഞു വാവ ഹേറ. ഞങ്ങൾ ഹേറ ബി എന്നൊക്കെ വിളിക്കുന്നു. അപ്പം ഇത് നമ്മൾ ബെൽജിയത്തിൽ നിന്നും ലണ്ടനിലേക്ക് കാറിന് പോവുകയാണ്. ഇവർ രണ്ടുപേരും ബെൽജിയൻസ് കേട്ടോ, ഞാൻ ഇന്ത്യനും. അപ്പോൾ നമ്മൾ കലായിസിൽ നിന്നാണ് ലണ്ടനിലേക്ക് പോകുന്നത്. അപ്പോൾ ഫെറിക്ക് വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ. കുറേ വണ്ടികളുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ നമ്പർ. ആ നമ്പർ വെച്ചിട്ടാണ് നമ്മളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നത് ഫെറിയിലേക്ക് കയറാൻ വേണ്ടി. നമ്മൾ ഹെറാബിക്ക് പാലൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. നമ്മളിപ്പം ഷിപ്പിൽ കയറും. അതിന് മുന്നേ ഓക്കെ ആക്കി എടുത്തു. കൊച്ചുങ്ങളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പാല് കൊടുക്കുക, അവർ കിടന്നുറങ്ങിക്കോളും. അല്ലേ ഡുണ്ടാവേ, അമ്മ ഡുണ്ടാവേ. ഓയ്, അടുത്ത ഉറക്കത്തിനുള്ള സമയമായി. അപ്പോൾ നമ്മളങ്ങനെ ബോർഡർ ചെക്ക് കഴിഞ്ഞു. എനിക്ക് എൻ്റെ ബയോമെട്രിക്സ് അവിടെ കൊടുക്കണമായിരുന്നു. ഞാൻ ഇന്ത്യനുമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് UK പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഫെറിയിലോട്ട് കയറുക. അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുമ്പോൾ അവിടെ ഈ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഷോപ്പ്സ് കൊണ്ടോട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഷോപ്പിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചും അങ്ങനെയൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സമയമാകുമ്പോഴത്തേക്ക് ഫെറിയിലോട്ട് കയറിയാൽ മതി. അങ്ങനെ നമ്മൾ ഫെറിയിൽ വന്ന് ഡെക്കിൽ വന്ന് വണ്ടി എടുക്കുന്നതായിട്ടേ കാണുന്ന ഇവരിങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പാർക്ക് ചെയ്യാൻ. പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ഹെയറേനെ എടുത്ത് അവളുടെ ജസ്റ്റ് ബാഗും സാധനം എടുത്തിട്ട് നമ്മൾ മേളിലോട്ട് പോകും. മേളിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെറാബിയുടെ ഫസ്റ്റ് ഷിപ്പാട്ടോ, ഫസ്റ്റ് ഫെറി എക്സ്പീരിയൻസ്. ഈ കാണുന്ന പോലെ ഒരു വലിയ ഷിപ്പിലാട്ടോ നമ്മളും കയറിയിരിക്കുന്നത്. കുറേ ഡെക്കുകളുണ്ടായത്, കുറേ ഫ്ലോറുകളുണ്ട് മേളിലോട്ട്. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യും, മേളിൽ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നിടത്ത് റെസ്റ്റോറൻറ്റും വെയിറ്റിംഗ് ഏരിയയും കൂടാതെ ഇങ്ങനത്തെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോവാം. കണ്ടോ, ഡെക്ക് 7 ഇപ്പം നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഷിപ്പ് ഡോവറിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഡോവറിലോട്ട് ഇറങ്ങുന്നു. UK എത്തിയേ. അപ്പോൾ കലായിസിൽ നിന്ന് ഡോവറിലേക്ക് വരാൻ ആകെ ഫെറിയിൽ നമ്മൾ 2 മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ UK എത്തി. ഇത് വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ കോമഡി പോലെ തോന്നുമായിരുന്നു. കാരണം നമ്മുടെ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡാണല്ലോ. പക്ഷേ UK എത്തുമ്പോൾ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡല്ലേ ഓടിക്കേണ്ടത്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വണ്ടി, റൈറ്റ് ഹാൻഡ് സൈഡ് റൂൾസ് അനുസരിച്ചിട്ട് നമ്മൾ UK കൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെന്നിറങ്ങിയപ്പോൾ സൈഡ് മാറിയതിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയായി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ ഈ ഗൂഗിൾ മാപ്സിലേക്ക് എല്ലാം മൈൽസിൽ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ കിലോമീറ്ററിൽ കേട്ടിട്ട് പെട്ടെന്ന് മൈൽസ് കേൾക്കുമ്പോൾ ഒരു രസം. നമ്മളങ്ങനെ ഡോവർ കാസിലൊരു ബ്രേക്ക് എടുത്തു. ജസ്റ്റ് അതൊന്ന് വട്ടം കറങ്ങി ഒന്ന് കണ്ടു. ഭയങ്കര വലിയ കാസിലോട്ട് അത് മൊത്തം വിസിറ്റ് ചെയ്ത് തീരണമെങ്കിൽ കുറേ സമയം എടുക്കുന്ന പറഞ്ഞാൽ നമ്മളകത്ത് കയറിയില്ല, പുറത്തൂടെയൊക്കെ നടക്കായിരുന്നു. അങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്ന് അവിടെയാണ് സ്റ്റേ. എന്നിട്ട് നമ്മൾ നാളെയാണ് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഹെറാബിനെ പാക്ക് ചെയ്ത് സ്റ്റോളറിലേക്ക് ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിൻ എടുത്തിട്ടാണ് ലണ്ടന് പോകുന്നത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പം അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ എടുത്ത് വാട്ടർലൂ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് നടന്ന് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമ്മൾ കരൺമാമനും കിങ്ങിണി ചിറ്റയൊക്കെ കൂട്ടി ഇങ്ങനെ വാട്ടർലൂ എത്തി സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊരു കോഫിയും എടുത്തിട്ട് പുറത്തോട്ടിറങ്ങുകയാണ്. അപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ലണ്ടൻ്റെ ഫേമസ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്സുകളെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ്റെ പുറമാട്ടോ ഇത്, വാട്ടർലൂ സ്റ്റേഷൻ്റെ ഒരു സ്റ്റൈലും അതൊക്കെ നമ്മൾ യൂറോപ്പിൽ കാണുന്ന പോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കുള്ള ഒരു സ്റ്റേഷനായിട്ടോ, എപ്പോഴും നിറയെ ആൾക്കാർ വന്നും പോയിക്ക് നിൽക്കുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ കരൺമാമനും കിങ്ങിണി ചിറ്റയൊക്കെ കൊണ്ട് കൂടത്തിൽ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. ലണ്ടനെ കാണാൻ വന്ന ബെസ്റ്റ് ടൈമിൽ എല്ലാം കാണാൻ പറ്റും. ചെറുതായിട്ട് മഞ്ഞ് മൂടിപ്പോയി. അന്നേരം മഞ്ഞിൻ്റെ ഇടയ്ക്കത് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മൾ വന്നു. ബെൻഡവറും അതെ, എല്ലാം മഞ്ഞിലായി പോയി. എവിടെ പോയാലും ഫോട്ടോസ് മസ്റ്റാണല്ലോ, അത് നമുക്കൊരു ഫോട്ടോഗ്രാഫർ കൂടെ ഉള്ളപ്പം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടക്കുന്നു. ലണ്ടനയുടെ വേറെ ഒരു വ്യൂ. ബട്ട് സ്റ്റിൽ എല്ലായിടത്തും മഞ്ഞ്, എല്ലായിടത്തും ഫോഗ്. അടുത്ത് വന്നിട്ട് മേളിലോട്ട് നോക്കുമ്പം ബെൻഡവറൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ, നല്ല ഭംഗിയില്ലേ.
സുവനീർ ഷോപ്സൊക്കെ കണ്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സുവനീർ മേടിച്ചിട്ടോ. നമ്മൾ എവിടെ പോയിട്ട് സുവനീർ മേടിക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നൈറ്റായി തുടങ്ങി. നമ്മൾ വട്ടം കറങ്ങി നടന്ന് സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് ഏറ്റവും അവസാനം നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? ദ ഫേമസ് ലണ്ടനിലെത്തിയ ലണ്ടൻ ബ്രിഡ്ജ് കാണാതെ പോകാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. നൈറ്റിൽ ആ ഒരു ലണ്ടൻ ബ്രിഡ്ജും അതിൻ്റെ ചുറ്റിനുള്ള ആ ഒരു സിറ്റി ഏരിയയും എല്ലാം അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി. നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ നമ്മൾ ലണ്ടൻ നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തു. ഇന്ന് നമ്മൾ പകല് ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയേക്കുക. അപ്പം നമ്മളിപ്പം ട്രെയിൻ എടുത്ത് ഗിൽഫോർഡിൽ നിന്ന് വാട്ടർലൂ വന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമുള്ളൂ കേട്ടോ. അവർക്ക് 2 പേർക്കും വർക്കിംഗ് ഡേ ആണ്. അവർ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലണ്ടനൊക്കെ ഇന്നലെ കണ്ട സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടെ വേറെ പുതിയ സ്ഥലങ്ങളുണ്ട് അതും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അങ്ങനെ വാട്ടർലൂ സ്റ്റേഷനിൽ നിന്നും നമ്മളൊരു കോഫിയൊക്കെ വാങ്ങി പുറത്തോട്ടിറങ്ങുകയാണ്. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ല തെളിഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഫോഗിൽ എൻജോയ് ചെയ്തത് ഇന്ന് ഫോഗില്ലാതെ നമുക്കൊന്നും കൂടെ എൻജോയ് ചെയ്യാം. ക്രിസ്മസ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഹെറാബി പകുതി സമയം ഉറങ്ങുമായിരിക്കും. 3 മാസമല്ലേ ഉള്ളൂ, വേറെ എന്ത് ചെയ്യാനല്ലേ. നമ്മളങ്ങനെ നടന്ന് താംസ് റിവറും ടവർ ഓഫ് ലണ്ടനും നമ്മുടെ ബെൻ ടവറും ലണ്ടൻ ഐയും എല്ലാം കണ്ട് അങ്ങനെ നടന്ന് അടുത്ത നമ്മുടെ മെയിൻ അട്രാക്ഷൻ കാണാൻ എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? ഇത് ഫേമസ് ബക്കിംഗ്ഹാം പാലസ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു വലുപ്പമല്ലേ ഇതിന്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഹെറാബി എഴുന്നേറ്റിരിക്കുകയാണ്. ഈ ലണ്ടൻ ട്രിപ്പിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇവിടെ കാണുന്നത് ഈ ബക്കിംഗ്ഹാം പാലസ് ആണെന്ന് തോന്നുന്നു. ബാക്കി ഫുൾ ഉറക്കമായിരുന്നു ഓൾമോസ്റ്റ്. അങ്ങനെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഉറക്കത്തിലേക്ക് ഇതേ പോകുന്നു. ആ പാലസിൻ്റെ സൈഡിലൊരു പാർക്കുണ്ടായിരുന്നു കേട്ടോ. ആ വലിയൊരു പാർക്ക്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു, ഒരു കുതിരവണ്ടിയൊക്കെ കണ്ടു. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി, നമുക്കടുത്തത് ഡബിൾ ഡെക്കർ ബസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബസ്സിൽ കയറാൻ പറ്റിയത്. കാരണം ഒരു ബസ്സിൽ 2 സ്ട്രോളർ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ അതിൽ ഓൾറെഡി 2 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവർ കയറ്റില്ല. വെയിറ്റ് ചെയ്താണെങ്കിലും ബസ്സിൽ കയറിയത് നന്നായി. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഈ കാണുന്ന ട്യൂബ് എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് തോന്നുന്നു ട്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ മെട്രോയുടെയും ട്രാമിൻ്റെയൊക്കെ ഒരു വേറെ വേർഷൻ, പക്ഷേ നല്ല സ്പീഡിൽ പോകും. അങ്ങനെ നമ്മൾ ലണ്ടനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു.